Hi everyone, welcome to 30-Day English Challenge. 30-Day English Challengeന്റെ ഡേ 1-ൽ നമ്മൾ ബേസിക് തൊട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ ഞാൻ എന്ന് പറയാൻ ഐ യൂസ് ചെയ്യുന്നു, നീ നിങ്ങൾ എന്ന് പറയാൻ യു യൂസ് ചെയ്യുന്നു, നാം നമ്മൾ എന്ന് പറയാൻ വി യൂസ് ചെയ്യുന്നു, അവർ എന്ന് പറയാൻ ദേ യൂസ് ചെയ്യുന്നു, അവൻ എന്ന് പറയാൻ ഹി യൂസ് ചെയ്യുന്നു, അവൾ എന്ന് പറയാൻ ഷീ യൂസ് ചെയ്യുന്നു, അത് എന്ന് പറയാൻ ഇറ്റ് യൂസ് ചെയ്യുന്നു. ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഈസ്, ആം, ആർ എന്നിങ്ങനെയുള്ള 3 ഹെൽപ്പിംഗ് വേർബ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷിൽ ആണ് എന്നുള്ള മീനിങ് കിട്ടുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആം, ഈസ്, ആർ എവിടെ യൂസ് ചെയ്യുന്നു എന്നാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഐൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് ആം ആണ് എന്നുള്ള മീനിങ് വരാൻ വേണ്ടിയിട്ട്. ഹി, ഷീ, ഇറ്റിൻ്റെ കൂടെ ഈസ് ആണ് യൂസ് ചെയ്യേണ്ടത് ആണ് എന്നുള്ള മീനിങ് വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ യു, വി, ദേ ആണെങ്കിൽ ആറാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ സന്തോഷവാനാണ് എന്ന് എങ്ങനെ പറയാം? അതിൻ്റെ കൂടെ ഏത് ഹെൽപ്പിംഗ് വേർബാണ് വേണ്ടത്? ആം ആണ് വേണ്ടത്. അപ്പം സന്തോഷം എന്നുള്ളതിന് എന്ത് പറയും? ഹാപ്പി പറയും. അപ്പോൾ എങ്ങനെ വരും? ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണ്. അതുപോലെ തന്നെ ഷീൻ്റെ കൂടെ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ഈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ പറയാം? ഷീ ഈസ് എന്താണോ പറയേണ്ടത്? ഉയരമുള്ളവളാണ് എന്നാണ് പറയേണ്ടത്. അതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ടോൾ ആണ്. അപ്പോൾ ഷീ ഈസ് ടോൾ. അതുപോലെ തന്നെ അവർ സുഹൃത്തുക്കളാണ്. അപ്പോൾ എങ്ങനെ പറയാം? ദേൻ്റെ കൂടെ ആറാണ് വരേണ്ടത്. അപ്പോൾ ദേ ആർ ഫ്രണ്ട്സ്. ആം, ഈസ്, ആർ എവിടെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് ക്ലിയർ ആക്കാൻ ഞാനൊരു 5 എക്സാമ്പിൾ കൂടി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം. ഞാൻ സന്തോഷവാനാണ് എന്ന് പറയാൻ ഐ ആം ഹാപ്പി. മഴ പെയ്യുന്നു, ഇറ്റ് ഈസ് റെയിനിങ്. ഇന്ന് ഞങ്ങൾ സന്തോഷത്തിലാണ്, വി ആർ ഹാപ്പി ടുഡേ. ദേ ആർ ബിസി, അവർ തിരക്കിലാണ്. അവൾ വളരെ ദയുള്ളവളാണ്, ഷീ ഈസ് വെരി കൈൻഡ്. അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയാണ് ഹെൽപ്പിംഗ് വേർബ്സ് യൂസ് ചെയ്തതെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഇംഗ്ലീഷിൽ ആണ് എന്ന് എങ്ങനെ പറയാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇംഗ്ലീഷിൽ ആണോ എന്ന് എങ്ങനെ ചോദിക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ഈസ്, ആം, ആർ ഈ ഒരു ഹെൽപ്പിംഗ് വേർബിനെ നമ്മൾ ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിൻ്റെ മലയാളം മീനിങ് ആണോ എന്നായി മാറും. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് കൈൻഡ്, അവൾ ദയുള്ളവളാണ്. ഈസ് ഷീ കൈൻഡ്, അവൾ ദയുള്ളവളാണോ? ഈസിൻ്റെ പൊസിഷൻ ഇപ്പോൾ എവിടെയാണ്? സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. അതുപോലെ തന്നെ ദേ ആർ ബിസി, അവർ തിരക്കിലാണ്. ആർ ദേ ബിസി, അവർ തിരക്കിലാണോ? ഇങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് ലിസൺ ആൻഡ് റിപ്പീറ്റ് ആണ്. ഒരു ബെറ്റർ പ്രൊനൗൺസിയേഷന് വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു സൗണ്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ലിസൺ ചെയ്യുകയും റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുക. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. ഒരിക്കലും കേട്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ലിസൺ ചെയ്യുകയും റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുക. Let's practice English together. Repeat these sentences with me. Are you tired? Yes, I am tired. Are you tired? Yes, I am tired. Is she at home? Yes, she is at home. Is she at home? Yes, she is at home. Are they ready? Yes, they are ready. Are they ready? Yes, they are ready. Am I late? Yes, you are late. Am I late? Yes, you are late. Is it hot today? Yes, it is hot today. Is it hot today? Yes, it is hot today. Day 1 done. See you tomorrow for day 2. Please like and subscribe for more videos.